ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഇല്ലാതെ തന്നെ നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ നോർമലി ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമ്മളിത് ഏറ്റവും സ്റ്റെയറിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്ന ഭാഗമാണ്. നമുക്ക് ഔട്ട് സൈഡ് കുറേ തെള്ളൽ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ ഈ 1000 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് നമുക്ക് രണ്ട് ലൈനുകൾ ഇറങ്ങിപ്പോകുന്നത്. അതായത് സെപ്പറേറ്റ് ബാത്റൂമുകൾക്ക് അതേപോലെ ഔട്ട് സൈഡിന് നമ്മൾ സെപ്പറേറ്റ് ലൈനായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിന് രണ്ട് നമ്മൾ എയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ആയിട്ട് ഒരു എയറും, അതായത് ഓവർഫ്ലോ പോകാനുള്ള ഒരു എയറും, അല്ലാതെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ഇറങ്ങുന്നതിന് രണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ രണ്ട് എയർ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കണം. അപ്പോൾ എയർ മസ്റ്റാണ്. അപ്പം നമ്മൾ എത്ര ഔട്ട് ഇറക്കുന്നോ അതിനനുസരിച്ച് ആ ഔട്ടിനെല്ലാം നമ്മൾ ഇതേപോലെ എയർ കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ അത് നമ്മൾ 1.25 പൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ടാണ് രണ്ട് ലൈനായിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. കാരണം രണ്ട് ബാത്റൂമുകൾക്ക് ഒറ്റ ലൈനും, ഒരെണ്ണം നമുക്ക് ഒറ്റ കോമൺ ബാത്റൂമിനും അതേപോലെ കിച്ചനും ഔട്ട് ഏരിയ രണ്ട് ടാപ്പിനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മൾ ഇവിടെ എയറിൻ്റെ അവിടെ നമ്മൾ ഷോർട്ട് ബെൻഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഷോർട്ട് ബെൻഡ് യൂസ് ചെയ്യാനുള്ള കാരണം ഈ കാക്കകളെ പേടിച്ചിട്ടാണ്. കാക്കകളെ മാത്രമല്ല കിളികളെ പേടിച്ചിട്ടാണ്. കാരണം അവർ ഇതിന് മണ്ടേ വന്നിരുന്ന് വേസ്റ്റ് കൊത്തി അതിൻ്റെ അകത്ത് ഇടാൻ ചാൻസ് കൂടുതലല്ല ചാൻസാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വേസ്റ്റ് വീണ് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തും അതേപോലെ ടാപ്പുകളുടെ ഇടയിലൊക്കെ വന്ന് ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് കൂടുതൽ. അതിനാണ് നമ്മൾ ഷോർട്ട് ബെൻഡ് നമ്മൾ ഇതേപോലെ വെച്ചേക്കുന്നത്. ഷോർട്ട് ബെൻഡ് വെക്കുമ്പോൾ ഇതേപോലെ ഒട്ടിച്ചിടാനും ശ്രമിക്കണം. കാരണം പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ചുമ്മാതെ വെറുതെ അതിരിക്കുന്നത്, അതേപോലെ പല ഫിറ്റിങ്സ് ഊരിപ്പോയേക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്ക് ഒട്ടിച്ച് വെക്കുന്നതിനായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ രണ്ട് ഔട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ ഷോർട്ട് ബെൻഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ഇന്ന് വരുന്ന ഭാഗത്തും നമ്മൾ ഇതേപോലെ ഷോർട്ട് ബെൻഡുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇന്ന് വരുന്നത് നമുക്ക് 1 ഇഞ്ച് പൈപ്പാണ്. അതായത് മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ടാങ്കിലോട്ട് വരുന്നത് 1 ഇഞ്ച് പൈപ്പും നമുക്ക് ഔട്ട് ഇറങ്ങുന്നത് 2.25 നമുക്ക് ഔട്ട് പോകുന്നതും. അതേപോലെ തന്നെ ഇത് ഓവർഫ്ലോയ്ക്ക് വേണ്ടി വെച്ചേക്കുവാണ്. അത് നമ്മൾ 1.25 1-ൻ്റെ ഒരു ബുഷ് ഇട്ടിട്ട് 1 ഇഞ്ചിൻ്റെ ഷോർട്ട് ബെൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇറക്കിക്കൊണ്ട് പോകുന്നത്. കണ്ടല്ലേ, 1 ഇഞ്ച് ഷോർട്ട് ബെൻഡ് വന്ന് നേരെ ഫ്ലോറിലെത്തി അവിടുന്ന് നേരെ താഴോട്ടാണ് പോകുന്നത്. നമുക്കിതിന് ഔട്ട് സൈഡിലോട്ട് നമുക്ക് ഓവർഫ്ലോ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും വസ്തുക്കളാണ്, അതായത് വീടുകളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പിറ്റ് ലെവലിൽ ഇരിക്കുന്ന അതേ ഭാഗത്തൂടെ നേരെ ഇതിൻ്റെ മണ്ടയിൽ കൂടെ ക്ലാമ്പ് ചെയ്ത് നേരെ താഴെ ഇറക്കുവാണ്. കാരണം ഔട്ട് സൈഡ് ഇതിൻ്റെ കിച്ചനായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് ഓവർഫ്ലോ ആയിട്ട് നിറഞ്ഞു പോകുന്നത്, അതായത് ടാങ്ക് നിറഞ്ഞു പോകുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ കൊടുക്കുന്നത്. അതിനും നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 3/4 ഇഞ്ച് ഇടല് 1 ഇഞ്ച് തന്നെ ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതിന് 1 ഇഞ്ച് തന്നെ നമ്മൾ ഔട്ട് ഇറക്കിക്കൊണ്ട് നമ്മൾ പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ആദ്യം കാണുന്നത്. മറ്റേത് രണ്ട് നമ്മൾ എയർ അടിച്ചേക്കുന്നത് നമ്മൾ ഔട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രണ്ട് എയർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ എയർ കൊടുക്കാതിരിക്കരുത്, എയർ കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ടൈ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ടൈ വെച്ച് കെട്ടി വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോയി അത് ബെൻഡാവാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ടൈ വെച്ച് കെട്ടിയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലോറിൻ്റെ അകത്ത് കുറച്ച് സപ്പോർട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന അക്വാടെക്കിൻ്റെ 3 ലെയറിൻ്റെ ടാങ്കാണ്. നമ്മൾ വെച്ചതിൽ വെച്ച് നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് അക്വാടെക്കിൻ്റെ. അതേപോലെ 3 ലെയറാണ്. അതേപോലെ തന്നെ വാറൻറ്റി നമുക്ക് ഇതിനോടൊപ്പം തന്നെ കിട്ടുന്നതുമാണ്. അതേപോലെ നമ്മൾ ഉപയോഗിച്ചതിൽ തന്നെ നല്ല ടാങ്കും അക്വാടെക്കിൻ്റെ തന്നെയാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് അക്വാടെക്കിൻ്റെ. അതുപോലെ ഫുഡ് ഗ്രേഡ് 100% ഫുഡ് ഗ്രേഡും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് കമ്പനിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നേരെ ഇതിൻ്റെ ഔട്ട് സൈഡാണ്. അപ്പോൾ നല്ല സീനറിയാണ്, നല്ലൊരു ഈവനിങ് സമയമാണ്. കണ്ടില്ലേ, അന്തരീക്ഷമൊക്കെ എന്ത് മനോഹരമായിട്ട് തന്നെ നല്ല ലുക്ക്, ഒരു ഫോട്ടോജനിക്കായിട്ടുള്ള നല്ല ലുക്കാണ് നമുക്ക് ഔട്ട് സൈഡിൽ കിട്ടുന്നത്. അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ എയർ അടിച്ച് നേരെ കൊണ്ടുവന്നു. ഓവർഫ്ലോ നേരെ ഇവിടെ വന്നിട്ട് നേരെ ഇതിൻ്റെ മണ്ടയിലാണ് വരുന്നത്. കണ്ടല്ലേ, ഈ ഭിത്തിയുടെ മണ്ടയിൽ കൂടെയാണ് ആ കൈവരിയുടെ അവിടെ നേരെ ഒരു ഷോർട്ട് ബെൻഡ് വന്ന് അതിൽ നിന്ന് ഒരു 45 വിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്താണ് നമ്മൾ ഔട്ട് സൈഡ് വരുന്നത്. അപ്പം നമ്മൾ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഹെവി ക്ലാമ്പാണ് നമ്മൾ 1 ഇഞ്ചിൻ്റെ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ 6mm ഗ്രിപ്പും SS-ൻ്റെ സ്ക്രൂ ആണ് ഉപയോഗിക്കേണ്ടത്. ഔട്ട് സൈഡെല്ലാം നമ്മൾ SS-ൻ്റെ സ്ക്രൂ തന്നെ ഉപയോഗിക്കണം. ബ്ലാക്ക് സ്ക്രൂ ഉപയോഗിക്കരുത്. കാരണം പെട്ടെന്ന് തുരുമ്പിക്കാനുള്ള ചാൻസാണ്. അപ്പോൾ അതുകൊണ്ട് SS-ൻ്റെ സ്ക്രൂ വെച്ചാണ് നമ്മൾ ടൈറ്റ് ചെയ്തേക്കുന്നത്.
അത് നമ്മൾ നേരെ കൊണ്ടുവന്ന് ദാണ്ടെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇത് കിച്ചൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് കിച്ചണിൽ നിന്നാൽ നമുക്ക് ഇത് ഓവർഫ്ലോ നിറഞ്ഞു പോകുന്ന കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതായിരിക്കും ഒരു ബെറ്റർ ആയിട്ടൊരു കാര്യം. കാരണം കിച്ചൻ്റെ അകത്താണ് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം എപ്പോഴും കിച്ചൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ കിച്ചൻ്റെ സൈഡിൽ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ലൈൻ ഇറക്കുമ്പോഴെല്ലാം നമ്മൾ സെപ്പറേറ്റ് എയറും കൊടുത്തിരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.